ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല സന്തോഷത്തോടെ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ മെസ്സേജ് ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് സ്പോൺസർഷിപ്പ് ജോലി ഉണ്ടോ, സ്പോൺസർഷിപ്പ് ജോലി ഉണ്ടോ എന്ന്. അപ്പം ഇല്ലെന്ന് പറയാൻ വേണ്ടി ദുഃഖമുണ്ട്. കാരണം ഞാനല്ല ഇതെല്ലാം ഉണ്ടാക്കുന്നത്. നമ്മുടെ UK ഗവൺമെന്റിന്റെ ഓരോരോ റൂൾസ് കാരണമാണ് ഈ കാര്യങ്ങൾ മറിഞ്ഞു വരുന്നത്. പക്ഷെ ഉള്ള കാര്യം നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പൊ ഏതായാലും ഞാൻ കുറച്ച് ജോബ് ഹണ്ട് സെർച്ച് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഏതായാലും നല്ല 3 ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട്. ഹോട്ടൽ മാനേജ്മെന്റ്, അല്ലെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റാലിറ്റി, ആ ഒരു സെക്ടർ, അല്ലെന്നുണ്ടെങ്കിൽ റെസ്റ്റോറന്റ് മേഖലയിൽ പ്രീവിയസ്ലി വർക്ക് ചെയ്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. ഞാൻ 3 പൊസിഷനാണ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്, 3 റോള്. അപ്പൊ ജോബ് റോളിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ബാർ മാനേജറിന്റെ ജോലിയാണ്. അത് ന്യൂ ആയിട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ജോബ് ഓപ്പണിംഗ് ആയ കാരണം നല്ല റിക്വയർമെന്റ് ഉണ്ട് അവർക്ക്. പെട്ടെന്ന് തന്നെ ഈ ജോബ് റോൾ ഫിൽ ആവാൻ വേണ്ടി ചാൻസസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് അപ്ലൈ ചെയ്യേണ്ട ഒരു ജോലിയാണ്. അതാണ് ഫസ്റ്റ്. രണ്ടാമത്തെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹെഡ് ഓഫ് പേസ്ട്രി. ഇത് ന്യൂ ഓപ്പണിംഗ് ആണ്. ലൈക്ക് അവരുടെ ഒരു റെസ്റ്റോറൻറ്റിൽ അവർ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രീവിയസ്ലി ഇത് എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് അപ്ലൈ ചെയ്യണം. മൂന്നാമത്തേത് പറയുകയാണെന്നുണ്ടെങ്കിൽ റെസ്റ്റോറൻറ്റ് മാനേജർ. അപ്പൊ ഈ 3 പോസ്റ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് സിമിലർ ആണ്. പിന്നെ അതിനകത്ത് പേസ്ട്രി മാത്രമേ ഉള്ളൂ ജസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസ്, ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ ജോബ് ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും എല്ലാം ഞാൻ എന്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടുന്നതായിരിക്കും. അതുകൂടാതെ നമുക്കൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ കരിയർ വെബ്സൈറ്റിന്റെ ഇവരുടെ റിക്രൂട്ട്മെന്റ് ടീമിന് നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് മെയിൽ അയക്കാം. അവരുടെ ഇമെയിൽ അഡ്രസ് എൻ്റെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടെ നിന്ന് ആ ഇമെയിൽ അഡ്രസ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവർക്ക് ഡയറക്റ്റ്ലി മെയിൽ അയക്കാം. പിന്നെ പറയുന്ന ഒരു കാര്യം, ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന ഒരു കാര്യമാണ്, ഇഫ് യു ഫീൽ ലൈക്ക് യു ആർ എ ഗുഡ് ഫിറ്റ് ഫോർ ദിസ് റോൾ ദെൻ ഓൺലി ഗോ അഹെഡ് ആൻഡ് അപ്ലൈ ഫോർ ദിസ് റോൾ. നിങ്ങൾ ഇതിന് ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ, ഐ മീൻ നിങ്ങൾക്ക് പ്രീവിയസ്ലി എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങൾക്ക് തോന്നുവാണ് ലൈക്ക് യു ആർ എ ഗുഡ് ഫിറ്റ്, നിങ്ങൾക്ക് പ്രീവിയസ് എക്സ്പീരിയൻസ് ആണ്, നിങ്ങൾ റൈറ്റ് കാൻഡിഡേറ്റ് ആണ് നിങ്ങൾക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവുള്ളൂ. കാരണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും മെയിൽ അയക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ളവർ, അല്ലെന്നുണ്ടെങ്കിൽ ലൈക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ, അവർക്ക് കിട്ടാൻ വേണ്ടി ചാൻസസ് കുറവാണ്. അപ്പം ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. പിന്നെ ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ലിങ്ക് താഴെ ഇടാം. കാരണം ഞാൻ ഇതെല്ലാം വായിച്ച് പറഞ്ഞിട്ട് ഇതൊന്നും കാര്യമില്ല. കാരണം ഇതിനകത്ത് എക്സ്പീരിയൻസും കാര്യങ്ങളെ ചോദിച്ചിട്ടുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ സാലറി പാക്കേജ് പറയാം. ബാർ മാനേജറിന്റെ സാലറി പാക്കേജ് ഇവർ പറഞ്ഞിരിക്കുന്നത് 60,000 പെർ ആനം ആണ്. 60,000 പൗണ്ട് പെർ ആനം. ഇതൊരു പെർമനന്റ് കോൺട്രാക്ട് ആണ്, പെർമനന്റ് പോസ്റ്റ് ആണ്. വിസ സ്പോൺസർഷിപ്പ് ലൈസൻസ് ഉള്ള ഒരു റെസ്റ്റോറന്റ് ആണ്. അത് കാരണം ഞാൻ പറഞ്ഞിട്ട് നല്ലൊരു പ്ലസ് പോയിന്റ് ആണ് നിങ്ങൾക്ക് വിസ സ്പോൺസർഷിപ്പ് കിട്ടാൻ വേണ്ടി. അത് ഫസ്റ്റ്. പിന്നെ പേസ്ട്രിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഹെഡ് ഓഫ് പേസ്ട്രിയുടെ ഞാൻ പറഞ്ഞില്ലേ, ഹെഡ് ഓഫ് പേസ്ട്രിയുടെ പറയുകയാണെന്നുണ്ടെങ്കിൽ 50,000 പെർ ആനം ആണ് അതിന്റെ സാലറി പാക്കേജ് വരുന്നത്. ഇതും പെർമനന്റ് കോൺട്രാക്റ്റാണ്. പിന്നെ ലാസ്റ്റത്തെ ജോബ് റോൾ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ റെസ്റ്റോറൻറ്റ് മാനേജറാണ്. മാനേജറിന്റെ സാലറി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ 45,000 പൗണ്ട് പെർ ആനം ആണ്. കുറവല്ല, നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. പിന്നെ ഈ ബാർബറി എന്നാണ് ഈ ഒരു ഗ്രൂപ്പ് റെസ്റ്റോറൻറ്റ്സിന്റെ പേര്. ഞാൻ ഈ പ്രീവിയസ്ലിയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു റെസ്റ്റോറൻറ്റിനെ കുറിച്ച് ഞാൻ പ്രീവിയസ്ലി ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടായിരുന്നു. യൂട്യൂബിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രീവിയസ്ലി ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇവരെ കുറിച്ച്. ലൈക്ക് ഇവരുടെ നല്ല റെസ്പോൺസ് ആണ്. നമ്മുടെ കുറെ ആൾക്കാർ അപ്ലൈ ചെയ്തായിരുന്നു, കിട്ടിയില്ല ആർക്കും. അത് വേറെ ഒരു കാര്യം. കാരണം എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല, ലൈക്ക് അതെന്ത് കാരണം മൂലമാണ് അവർക്ക് കിട്ടാനെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് പീപ്പിൾ ട്രൈഡ് ദെയർ ബെസ്റ്റ് ഇൻ അപ്ലൈയിങ്. സോ ഇതൊന്നും പറഞ്ഞ് ഞാൻ വലിച്ചു നീട്ടുന്നില്ല അതായത് വീഡിയോ. നിങ്ങൾക്ക് ഇതിനകത്ത് ജസ്റ്റ് പോയി വായിച്ചു നോക്കാവുന്നതേ ഉള്ളൂ. ഇതിന്റെ ബെനിഫിറ്റ്സും ഇതിന്റെ എന്തൊക്കെയാണ് അവർക്ക് ഡീറ്റെയിൽസ് വേണ്ടത്, എല്ലാ കാര്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഞാനിത് വായിച്ച് കേൾപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ വേണ്ടി പോകുന്നില്ല. അതിനെക്കാട്ടിലും നല്ല നിങ്ങൾ നേരിട്ട് വായിക്കുന്നതായിരിക്കും. സോ ഇഫ് യു ഫീൽ ലൈക്ക് യു ആർ കോൺഫിഡൻറ്റ്, പ്ലീസ് ഗോ അഹെഡ് ആൻഡ് അപ്ലൈ ഫോർ ദിസ് റോൾ. പിന്നെ വേറെ ഒരു കാര്യം, ഇനിയുള്ള സ്പോൺസർഷിപ്പ് ജോലിയും ഇനിയുള്ള ജോബ് അപ്ഡേറ്റ്സും ബാക്കിയുള്ള വ്ലോഗും കാര്യങ്ങളും എല്ലാം ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് എത്തിച്ചു കൊടുക്കണം. കാരണം ഒരുപാട് ആൾക്കാർ ജോലി തേടി അലയുന്നുണ്ട് ഇപ്പോഴും. PSWയിലൊക്കെ നിന്നിട്ട് അവരുടെ വിസ ഒക്കെ കഴിഞ്ഞിട്ട് ലൈക്ക് അവർക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ലാതെ ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത്. അപ്പം അവർക്ക് ഒരു ഓപ്ഷനും ഇല്ലാതെ അവർക്ക് തിരിച്ചു പോകേണ്ട ആ ഒരു വക്കി വന്ന് നിൽക്കുമ്പോഴത്തേക്കാണ് ലൈക്ക് നമ്മളെയൊക്കെ അവർ മെസ്സേജ് ചെയ്ത് ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അപ്പം നമ്മുടെ ചാനലും കാര്യങ്ങളും അങ്ങനെ കൂടുതൽ ആൾക്കാർക്ക് ലൈക്ക് അറിയത്തില്ലായിരിക്കും. ചിലപ്പം യൂട്യൂബിന്റെ കാര്യം, ഇൻസ്റ്റാഗ്രാമിൽ ഒബ്വിയസ്ലി ആൾക്കാർ ഫോളോ ചെയ്യാറുണ്ട്, അവർ സംസാരിക്കാറുണ്ട്, ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. സോ യൂട്യൂബിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽപ്പ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.
അതുകൂടാതെ നിങ്ങൾ കമന്റ് ഇടുക, നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഇൻസ്റ്റാഗ്രാമിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്യാം. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും, നിങ്ങൾക്ക് അവിടെ നിന്ന് കോപ്പി ചെയ്യാം. അപ്പം ഏതായാലും സബ്സ്ക്രൈബ് ഫോർ മോർ ആൻഡ് സീ യു നെക്സ്റ്റ് വീഡിയോ.